വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോക്കും തിരിച്ചെന്റെ വീട്ടിൽ പോകാൻ പറ്റീനെങ്കിൽ എന്ന് കൊതിക്കണമല്ലേ നമ്മള്. അങ്ങനെ ഒരു സാഹചര്യത്തില് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഒരു വീടില്ലാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടാവും? എന്തിനാ ആലോചിക്കണല്ലേ, നമ്മളെ വീടൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെങ്കില് നിന്ന നിൽപ്പിൽ സ്വന്തം വീടും വീട്ടാരും എന്തിന് നിൽക്കണ മണ്ണ് പോലും സ്വന്തം അല്ലെന്ന് വിശ്വസിക്കേണ്ടി വന്നവരെ കുറിച്ച് ആലോചിക്കണം. ഒരു നിസ്സഹായത കാണാൻ ശ്രമിച്ചേണു. ഭയങ്കര ഭയാനക. ചെറുപ്പത്തില് ഈ കുട്ടികൾ മുറ്റത്ത് കൂടെ ഓടിക്കളിക്കുന്നത് ഭയങ്കര ഓമനത്വത്തോടെ നോക്കി നിന്നോരാ ഞമ്മള്. അതേ മക്കള് ഒട്ടിയ വയറും പൊട്ടിയ പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാഴ്ച അത് കണ്ടു നിൽക്കാൻ മാത്രം കെൽപ്പില്ലോലായോ നമ്മള്. കളിച്ചും ചിരിച്ചും നമ്മളിവിടെ ജീവിതം അടിച്ചു പൊളിക്കുമ്പോൾ കത്തിയെരിഞ്ഞ കുറച്ച് ഓർമ്മകൾ മാത്രം അവർക്കുള്ള കളിസ്ഥലം. ഒരു 8 വയസ്സായ കുട്ടീനോട് നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മരിച്ചാ മതി എന്നോ പറഞ്ഞിക്കണേല് പട്ടിണിനേക്കാൾ വലുതല്ല മരണഭയം എന്നോ തിരിച്ചറിഞ്ഞോണ്ടാ. പടച്ചോനെ, നിങ്ങൾ കാണുന്നില്ലേ ഇതൊന്നും?